What's up guys, welcome back to my channel A Creation. It's me Abhishek. Guys, അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. ഡെൽ വോസ്ട്രോ 3405. ആ ഒരു ലാപ്ടോപ്പാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി ലാഗ് അടുപ്പിക്കുന്നില്ല, വേഗം വീഡിയോ ഇട്ട് പോകാം. ചേടാ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് ഡെൽ വോസ്ട്രോ 14340 ഇതതിൻ്റെ സീരിയൽ നമ്പർ എന്തൊക്കെയോ കാര്യങ്ങളാണ് അതിൻ്റെ കവറിൻ്റെ മുകളിലുള്ള. നമ്മൾ ഈ ലാപ്ടോപ്പാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതല്ല, ഇത് എറണാകുളം ലോട്ടസ് എന്ന് പറഞ്ഞൊരു കടയിൽ മേടിച്ചതാണ്. 49,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. AMD പ്രോസസ്സറാണ് ഇതിനുള്ളത്. കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗായ്സ്, ഇപ്പോൾ ഇതതിൻ്റെ കവറിൻ്റെ പുറമേ ഉള്ള എന്തോ ഒരു സ്റ്റിക്കറാണ്. ഇതെൻ്റെ സീരിയൽ നമ്പറോ അങ്ങനെ എന്തൊക്കെയാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്തു. അതിൻ്റെ അകത്ത് ലാപ്ടോപ്പ് കൂടാണ്ട് വരുന്ന കമ്പോണൻസാണിത്. ഇതതിൻ്റെ AC അഡാപ്റ്ററാണ്, AC to DC അഡാപ്റ്ററാണ്. സാധാരണ ലാപ്ടോപ്പിൽ വരുന്ന അതേ ഒരു മോഡൽ തന്നെയാണ് ഇത്. റെക്ടാങ്കിൾ ടൈപ്പാണ് അതിൻ്റെ അഡാപ്റ്ററിൻ്റെ കേസ് വരുന്നത്. കവറിട്ടിട്ട് വയ്ക്കാം. അടുത്തത് അതിൻ്റെ 3-pin പ്ലഗ്. കറണ്ട് നമ്മൾ അഡാപ്റ്ററായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിള്, അതിൻ്റെ 3-pin ആണത്. ഇത് പോണില്ലല്ലോ, ഇത് ഭയങ്കര ടൈറ്റാണ് ഗൈസ്. പോരില്ലോ, കീറില്ല, ഇത് പോരി ദൈവമേ. പോതു ഇതതിൻ്റെ 3-pin പ്ലഗ്. അത് കവറിലിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ സാധനം എടുക്കാം. മെയിൻ സാധനം ഇത് മെയിൻ സാധനം അല്ലല്ലോ, ഇതെൻ്റെ കട്ടി പേപ്പർ എന്താണ്ടതാണ് ഗൈസ്. ഇനി ലാപ്ടോപ്പ് എടുക്കാം. ഡെൽ വോസ്ട്രോ 3405. ഇതതിൻ്റെ മാനുവലാണ്. അതിൻ്റെ മാനുവലും കാര്യങ്ങളും ലാപ്ടോപ്പിൻ്റെ സോക്കറ്റ്സും കമ്പോണൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു മാനുവലാണ്. അത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് ഡെൽ വോസ്ട്രോ 3405. ഇനി ഇതിൻ്റെ കവർ അഴിക്കാണല്ലോ, സെല്ലോ ടൈപ്പ് കാണുന്നില്ല. ഈ നൈസ് കവറായ കാരണം നല്ലോണം ഒട്ടിയാണ് കഴിച്ചിരിക്കുന്നത്, അഴിച്ചെടുക്കാൻ പാടാ. ഇത് പെട്ടെന്ന് എനിക്ക് ബാക്കി നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. സിൽവർ കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ്. ഗൈസ്, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അതിൻ്റെ അവിടെ എംബ്ലമൊക്കെ ഉണ്ട്, ഡെല്ലെന്നും പറഞ്ഞ്. ഇതതിൻ്റെ കീബോർഡ്, മൗസ് പാഡ് കുഴപ്പമില്ല, കീബോർഡും കുഴപ്പമില്ല. പക്ഷേ കീബോർഡ് ബാക്ക് ലൈറ്റ് ഉള്ളതല്ല, സാധാ കീബോർഡാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ 2 സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാപ്പിൻ്റെ പ്രോസസ്സർ AMD Ryzen 5 ആണ് പ്രോസസ്സർ. പിന്നെ ഇതതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തേക്കാണ്. 14 ഇഞ്ചാണ് ഡിസ്പ്ലേ. പിന്നെ വെബ് HD ആണ്, HDMI പോർട്ടുണ്ട്, SD കാർഡ് റീഡർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് നമ്മുടെ ലാപ്പിൻ്റെ.
ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് ഡെൽ വോസ്ട്രോ 3405 ആണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ അത് ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് ഹീറ്റാവും. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ആ ലാപ്പിനിൽ വരുന്ന ഫാനിൻ്റെ ഓപ്പണിങ് നേരെ അടിവശത്തായതുകൊണ്ട് ഒരു പരന്ന പ്രതലത്തിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേനും ആ ഒരു ഓപ്പണിങ് അടഞ്ഞു പോകും. അപ്പം അന്നേരം ഹീറ്റ് പുറന്തള്ളപ്പെട്ട് പോവാതെ കിടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ലാപ്പ് ഹീറ്റാവുന്നത്. പിന്നെ ഒരു പ്രശ്നം കണ്ടതെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അതിൻ്റെ സ്ക്രീനിൻ്റെ എഡ്ജിൻ്റെ തിക്നെസ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് അത് മൊത്തത്തിൽ നോക്കുമ്പോൾ സ്ക്രീനിൻ്റെ സൈസ് ചെറുതായ പോലെ തോന്നും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് തോന്നിയോളൂ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ലാപ്പാണത്. റൈസൺ ആണ് അതിൻ്റെ പ്രോസസ്സർ വരുന്നത്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കണോടെ എനേബിൾ ചെയ്തിടുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.